തിരുവനന്തപുരത്ത് വട്ടിയൂർക്കാവ് കോർപ്പറേഷൻ പരിധിയിൽ മൂന്നാം മോഡ് ലൊക്കേഷനിൽ 5 സെന്റിൽ 2250 സ്ക്വയർ ഫീറ്റിൽ താഴെ 2 ബെഡ്റൂമും മുകളിൽ 2 ബെഡ്റൂം അങ്ങനെ 4 ബെഡ്റൂമുള്ള ഒരു വീടാണ് നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത്. ഇവിടെ 2 കാറുകൾക്ക് സുഖമായിട്ട് പാർക്ക് ചെയ്യാനുള്ള സ്പേസ് ഉണ്ട്. ഇതാണ് വീടിൻ്റെ സിറ്റ് ഔട്ട് ഏരിയ. ഇവിടെ ഒരു സിറ്റിംഗ് സ്പേസ് കൊടുത്തിട്ടുണ്ട്. അതെല്ലാം നാനോ വെയിറ്റ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഇവിടെ ഒരു പാർട്ടീഷൻ കൊടുത്താൽ ചെയ്തിരിക്കുന്നത്. അതിനടിയിലെല്ലാം സ്റ്റോറേജ് സ്പേസ് ഉണ്ട്. ഇവിടെ ആയിട്ട് നാച്ചുറൽ സ്റ്റോണിൻ്റെ ക്ലാഡിയാണ് കൊടുത്തിരിക്കുന്നത്. ഈ കാണുന്നതെല്ലാം നാച്ചുറൽ സ്റ്റോണാണ്. ഇനി അത് പോളിഷ് എടുക്കുന്നത് മാത്രമേ ഉള്ളൂ. മുകളിലായിട്ട് സിമ്പിളായിട്ടുള്ള സീലിംഗ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ ആയിട്ടും CNC കട്ടിങ് കൊടുത്തുള്ള വിൻഡോയും കൊടുത്തിട്ടുണ്ട്. ഇതിനകത്ത് ഗ്ലാസ് ഉണ്ട്. ഇവിടെ ഫ്രണ്ട് നോക്കുവാണെങ്കിൽ കട്ടളയും കഥകളെല്ലാം തേക്കിലാണ് നിർമ്മിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീടിൻ്റെ അകത്തെ കാഴ്ചകളിലേക്ക് വരാം. ഇതാണ് ഈ വീടിൻ്റെ ലിവിംഗ് ഏരിയ. ഇവിടെ ആയിട്ട് TV കൊണ്ട് കൊടുത്തിട്ടുണ്ട്. മുകളിൽ സിമ്പിളായിട്ടുള്ള സീലിംഗ് ഇരിക്കുകയാണ്. ഓൾ ഹാങ് ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. കൂടാതെ തന്നെ ഇവിടെ എല്ലാം കബോർഡ് സ്പേസ് കൊടുത്തിട്ടുണ്ട്. ഇൻവെർട്ടർ വയ്ക്കാനുള്ള അതിനുള്ള സ്പേസ് കൊടുത്തിട്ടുണ്ട്. അതെല്ലാം വുഡിലാണ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു സ്റ്റെയർ കേസിൻ്റെ ഈ ഭാഗമെല്ലാം CNC കട്ടിങ്ങാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് നേരെ ഇനി ഡൈനിങ് ഏരിയയിലേക്ക് വരാം. ഈ ഒരു ഡൈനിങ് ഏരിയ നോക്കുവാണെങ്കിലും ഇവിടെയും നാനോ വൈറ്റ് തന്നെയാണ് ഈ ഒരു കൗണ്ടർ ടോപ്പ് കൊടുത്തിരിക്കുന്നത്. ഈ വാഷിംഗ് യൂണിറ്റിൻ്റെ ഈ ഒരു കൗണ്ടർ ടോപ്പ് കൊടുത്തിരിക്കുന്നത് നാനോ വൈറ്റ് ആണ്. ഇവിടെ ആയിട്ട് സൊമാനയുടെ ഒരു ഫ്രഞ്ച് കളക്ഷനിലുള്ള വാഷ് ബേസിനെ യൂസ് ചെയ്തിരിക്കുന്നത്. സൊമാനയുടെ തന്നെ ടാപ്പ് യൂസ് ചെയ്തിട്ടുണ്ട്. ടച്ച് ചെയ്തുകൊണ്ട് കളർ ചേഞ്ച് ചെയ്യുന്ന മിറർ കൊടുത്തിട്ടുണ്ട്. അതുകൂടാതെ ഇവിടെയും സിമ്പിളായിട്ടുള്ള സീലിംഗ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് നേരെ കിച്ചണിലേക്ക് വരാം. കിച്ചൺ നോക്കുവാണെങ്കിൽ ഒരു ഓപ്പൺ കിച്ചൺ അല്ല, ക്ലോസ്ഡ് കിച്ചണാണ്. ഡോർ നൽകിയിട്ടുണ്ട്. ഇവിടെ ആയിട്ട് വലിയ ഹുഡ് ആൻഡ് ഹോബ് കൊടുത്തിട്ടുണ്ട്. ഗ്ലെൻ എന്ന ബ്രാൻഡാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അതുകൂടാതെ ഇവിടെ ആയിട്ട് വലിയൊരു ടോളി ഒന്നും കൊടുത്തിട്ടുണ്ട്. ഇവിടെ ആയിട്ട് നോക്കുകയാണെങ്കിൽ ഫുള്ള് തടിയുടെ കബോർഡാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഇവിടെ ആ ഒരു ബേസ് ക്യാബിനറ്റ് എല്ലാം തടി തന്നെ യൂസ് ചെയ്തിരിക്കുന്നത്. അകത്തായിട്ട് നോക്കുകയാണെങ്കിൽ മോഡുലർ രീതി തന്നെ ചെയ്തിരിക്കുന്നത്. ഇവിടെ കിച്ചൻ്റെ കൗണ്ടർ ടോപ്പ് എല്ലാം ഗ്രാനൈറ്റാണ് യൂസ് ചെയ്തിരിക്കുന്നത്. സിങ്കും 2 സിങ്കും കൊടുത്തിട്ടുണ്ട്. അതെല്ലാം സൊമാൻ എന്ന ബ്രാൻഡ് തന്നെയാണ്. മുകളിലായിട്ട് നോക്കുകയാണെങ്കിൽ മിഡ് ക്യാബിനറ്റും അപ്പർ ക്യാബിനറ്റും കൊടുത്തിട്ടുണ്ട്. എല്ലാം സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട്. ഇനി കിച്ചൺ കൂടാതെ ഇവിടെ ആയിട്ട് വർക്ക് ഏരിയയും കൊടുത്തിട്ടുണ്ട്. ഇതാണ് വർക്ക് ഏരിയ. ഇവിടെയും സിങ്കും കൊടുത്തിട്ടുണ്ട്. കൂടാതെ തന്നെ ഇവിടെ മിഡ് ക്യാബിനറ്റും അപ്പർ ക്യാബിനറ്റും കൊടുത്തിട്ടുണ്ട്. ഇനി കൂടാതെ നമുക്ക് താഴേക്ക് സ്റ്റെപ്പ് ഇറങ്ങി നേരെ ഒരു വലിയൊരു ഹോൾ ഏരിയയിലേക്ക് പോകാൻ പറ്റുന്നതാണ്. ഇനി നമുക്ക് നേരെ ഇവിടുത്തെ റൂമിലെ കാഴ്ചകളിലേക്ക് പോകും. ഇവിടെ ഗ്രൗണ്ട് ഫ്ലോറിൽ 2 ബെഡ്റൂമുകളുണ്ട്. അതിൽ ഫസ്റ്റ് ബെഡ്റൂമാണിത്. ഈ ഒരു ബെഡ്റൂം നോക്കുകയാണെങ്കിൽ ഫുള്ളി ഇൻറ്റീരിയറൊക്കെ ചെയ്ത റൂമാണ്. ഒരു വോൾ ഹാങ്ങിങ് ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ എല്ലാം സിമ്പിളായിട്ടുള്ള സീലിംഗ് ചെയ്തിട്ടുണ്ട്. ഇവിടെ വാർഡ്രോബ് നോക്കുകയാണെങ്കിൽ വലിയ വാർഡ്രോബ് കൊടുത്തിരിക്കുന്നത്. ഒരുപാട് സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട്. 2 ഭാഗത്തും ഡോർ കൊടുത്തിട്ടുണ്ട്. ബ്രിഡ്ജ് പോലെ ചെയ്തിരിക്കുകയാണ്. ഇനി ഇങ്ങോട്ടേക്ക് ഡ്രസ്സിംഗ് ഏരിയ കൊടുത്തിട്ടുണ്ട്. ആ ഒരു ഫോയറുള്ള ഡ്രസ്സിംഗ് ഏരിയ. ഈ ഡ്രസ്സിംഗ് ഏരിയ അടുത്ത് തന്നെ വാഷ്റൂമും ഉണ്ട്. വലിയ വാഷ്റൂമാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഇവിടെ സൊമാനയുടെ ഫിറ്റിങ്സാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഫിറ്റിങ്സ് എല്ലാം നീറ്റായിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഇവിടെ അകത്തായിട്ട് സോപ്പോ അല്ലെങ്കിൽ ലിക്വിഡൊക്കെ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പ്രത്യേക സ്പേസ് കൊടുത്തിട്ടുണ്ട്. കൂടാതെ ടവൽ റോഡ് കൊടുത്തിട്ടുണ്ട്. എക്സോസ്റ്റ് ഫാൻ കൊടുത്തിട്ടുണ്ട്. എല്ലാം നീറ്റായിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഇനി നമുക്ക് നേരെ ഈ ഗ്രൗണ്ട് ഫ്ലോറിലെ 2ാമത്തെ ബെഡ്റൂമിലേക്ക് പോകും. അപ്സ്റ്റെയറിലേക്ക് പോകുമ്പോൾ ഇവിടെ ആയിട്ട് ഡിഷ് കൊടുത്തിട്ടുണ്ട്. ഒരുപാട് ഡിഷ് കൊടുത്തിട്ടുണ്ട്. അതിനകത്തായിട്ട് പോയിന്റ് ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ മുകളിലായിട്ട് വോൾ ഹാങ് ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. പ്രൊഫൈൽ ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നേരെ മുകളിലേക്ക് ഇപ്പോൾ ഈ ഒരു ഹാൻഡ് റൈൽസ് എല്ലാം ഒരു CNC കട്ടിങ് കൊടുത്തിരിക്കുന്നത്. ഫുള്ള് തടിയിലാണ് ചെയ്തിരിക്കുന്നത്. അതുപോലെ ഈ ഒരു റൈറ്റ് സൈഡിലായിട്ട് പോയിന്റ് ലൈറ്റും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നേരെ മുകളിലേക്ക് പോകും. മുകളിലേക്ക് നേരെ അപ്പർ ലോഞ്ചിലേക്കാണ് വരുന്നത്. ഈ അപ്പർ ലോഞ്ചിലായിട്ട് TV കൊണ്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ മുകളിലായിട്ട് സിമ്പിളായിട്ടുള്ള സീലിംഗ് ചെയ്തിട്ടുണ്ട്. ഇവിടെ എല്ലാം സർഫസ് ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഈ നിഷിനകത്ത് ഹോം ഡെക്കോറോ അല്ലെങ്കിൽ ഫോട്ടോ ഫ്രെയിമൊക്കെ ചെയ്ത് വെക്കാൻ പറ്റുന്നതാണ്. അതിനകത്തായിട്ട് പോയിന്റ് ലൈറ്റും കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഇങ്ങോട്ടേക്ക് പോകുമ്പോൾ ഇവിടെ ആയിട്ട് പ്രൊഫൈൽ ചാനൽ കൊടുത്തിട്ടുണ്ട്. സ്റ്റെപ്പിൻ്റെ മുകളിലായിട്ട് പർഗോള കൊടുത്തിട്ടുണ്ട്. റൗണ്ട് പർഗോള കൊടുത്തിട്ടുണ്ട്. നാച്ചുറൽ ലൈറ്റ് കിട്ടുന്നതാണ്. അവിടെയും വോൾ ഹാങ് ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ മുകളിലും DB ഉണ്ട്, താഴെയും DB കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ ഒരു ബെഡ്റൂമിലേക്ക് വരാം. ഇതാണ് ഈ വീട്ടിലെ 3ാമത്തെ ബെഡ്റൂം. ഈ ഒരു ബെഡ്റൂം നോക്കുമ്പോൾ നല്ല സ്പേസ് ഉള്ള ബെഡ്റൂം തന്നെയാണ്. ഇവിടെ മുകളിൽ സിമ്പിളായിട്ടുള്ള സീലിങ്ങും അതുപോലെ വുഡ് രീതിയിലുള്ള ആ ഒരു സീലിംഗ് വർക്ക് ചെയ്തിട്ടുണ്ട്. അതും എല്ലാം ജിപ്സം തന്നെയാണ് ചെയ്തിരിക്കുന്നത്. ഇവിടെ എല്ലാം സ്വിച്ച് ബോർഡ് കൊടുത്തിട്ടുണ്ട്. ബെഡ് സ്വിച്ച് കാണാം. ഇവിടെയും വാർഡ്രോബ് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു വാർഡ്രോബ് നോക്കുവാണെങ്കിൽ നമ്മളെല്ലാം ഒരേ പാറ്റേണിൽ ചെയ്തേക്കുന്നത്. നടുക്കായിട്ട് മിറർ യൂണിറ്റും കൊടുത്തിട്ടുണ്ട്. ഇവിടെ വാഷ്റൂം അറ്റാച്ച്ഡാണ്. നോക്കുവാണെങ്കിൽ സ്പേസുള്ള വാഷ്റൂം തന്നെയാണ്. ഡ്രൈ ഏരിയ വെറ്റ് ഏരിയ പ്രത്യേകിച്ചാണ് കൊടുത്തിരിക്കുന്നത്. ഫിറ്റിങ്സ് എല്ലാം സൊമാന തന്നെയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഇനി നമുക്ക് നേരെ 4ാമത്തെ ബെഡ്റൂമിലേക്ക് പോകും. ഇതാണ് ഈ വീട്ടിലെ 4ാമത്തെ ബെഡ്റൂം. ഈ ഒരു 4ാമത്തെ ബെഡ്റൂം നോക്കുവാണെങ്കിൽ സ്പേസുള്ള ബെഡ്റൂം തന്നെയാണ്. ഇവിടെയും സീലിംഗ് വർക്ക് ചെയ്തിട്ടുണ്ട്. പോയിന്റ് ലൈറ്റുകൾ കൊടുത്തിട്ടുണ്ട്. ഇവിടെ ആയിട്ട് വാർഡ്രോബ് കൊടുത്തിട്ടുണ്ട്. മിറർ യൂണിറ്റ് കൊടുത്തിട്ടുണ്ട്. എല്ലാം നീറ്റായിട്ടാണ് ചെയ്തിരിക്കുന്നത്. ബെഡ് സ്വിച്ച് നൽകിയിട്ടുണ്ട്. അതുപോലെ വിൻഡോ നോക്കുകയാണെങ്കിൽ വലിയ വിൻഡോസാണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെയും വാഷ്റൂം അറ്റാച്ച്ഡ് തന്നെയാണ്. ഫിറ്റിങ്സ് എല്ലാം സൊമാന യൂസ് ചെയ്തിരിക്കുന്നത്. ഡ്രൈ ഏരിയ വെറ്റ് ഏരിയ പ്രത്യേകിച്ചാണ് കൊടുത്തിരിക്കുന്നത്. ഇനി കാണേണ്ടത് ബാൽക്കണിയാണ്. ബാൽക്കണിയുണ്ട്. കൂടാതെ തന്നെ മുകളിലായിട്ട് ഓപ്പൺ ടെറസും റൂഫ് ടോപ്പ് ഏരിയയൊക്കെ ഉണ്ട്. ഈ വീടിൻ്റെ ആസ്കിംഗ് പ്രൈസ് 93 ലക്ഷം രൂപയാണ്. പ്രൈസ് നെഗോഷ്യബിൾ ആണ്. ഈ വീട് സ്വന്തമാക്കണമെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്യാം. നമ്പർ ഞാൻ ഡിസ്പ്ലേ കൊടുത്തിട്ടുണ്ട്. ഇതുപോലുള്ള പുതിയ വീഡിയോസ് ആവശ്യമുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയുമായി കാണാം. താങ്ക് യു.